പറയുന്നുണ്ട്, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. അതിൻ്റെ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന അടിത്തറയിൽ പണിതുയർത്തപ്പെട്ട അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമായ ആ അടിത്തറയിൽ പണിതുയർത്തപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ ഇടവകയും എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ ചേർത്ത് പണിതുയർത്തിരിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരെയും. നമ്മളേക്ക് ഇടവക രൂപപ്പെട്ട ആ കാലം മുതൽ ഈ ഇടവയ്ക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത ഒത്തിരിയേറെ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ വികാരിമാരായി ഇരുന്നവർ, പ്രത്യേകിച്ചും കേച്ചനച്ചൻ ഞാനിന്ന് പോരുന്നു എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ വരാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഒരു പ്രത്യേക സാഹചര്യം വന്നതുകൊണ്ട് കസിൻ ഒരാൾ മരിച്ചു, നടക്കാണ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് ഒരു മുരക്കാരോട് പ്രത്യേകമായിട്ട് പറയണം എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനൊക്കെ ഒത്തിരിയും വരണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒത്തിരിയേറെ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരിടവകയാണ് ഈ ഉലൂമല. ഞാൻ കുർബാനയുടെ ഇടയ്ക്ക് ഒരു പ്രസംഗം പറഞ്ഞത് കഴിഞ്ഞ് ഒരു നീണ്ട പ്രസംഗത്തിന് പ്രസക്തിയില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഉദ്ഘാടന പ്രസംഗമൊന്നും പറയാനായിട്ട് ഒരുങ്ങിയൊന്നും വന്നതുമല്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ശകലം പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. 95 പട്ടം കെട്ടിക്കഴിഞ്ഞ് ആദ്യമേ ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ആയിരുന്നു. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ ഒരു 3 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തൃശ്ശൂർ രൂപതയിൽ, കോതമംഗലം രൂപതയിൽ, ഇവിടെ നമ്മുടെ ഈ മാനന്തവാടിയുടെ ഉലൂമലയിൽ, തിരുവനന്തപുരത്ത് ലാറ്റീൻ രൂപതയിൽ, വലിയതുറ പള്ളിയിൽ, കൊട്ടാരക്കര, കുറവലങ്ങാട്, വെൺമണി, ഇങ്ങനെ പല ഇടവകളിലും പള്ളികളിലുമുണ്ട്. പ്രത്യേകിച്ചും 19 വർഷത്തോളം ഞാൻ ഇടവകളിൽ ജോലി ചെയ്തതാണ്. പക്ഷെ എനിക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ നമ്മൾ ഈ പള്ളി പണിയുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം, പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, ഉച്ചവരെ തോട്ടത്തിൽ പണിയുന്നവരായിരുന്നു നല്ല ശതമാനം ആൾക്കാർ. പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഉച്ച കഴിഞ്ഞ് ഇതിൻ്റെ പില്ലറടി കുത്താൻ, കുഴിയെടുക്കാനും